നിനക്ക് സ്കൂൾ പോയിട്ടില്ലേ? അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വന്നോ? ഓ നേരത്തെ പറയാൻ തോന്നിയെന്ന് എല്ലാം വേല ഇതിനെ അച്ഛൻ്റെ പേര് വേല ഇത്. അതെ, ഒന്നാടിരം കേക്കൂ. ഇതിന്റെ ഉള്ളിൽ നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം ഈ പുല്ലിന്റെ കാടിന്റെ ഇടയിൽ എവിടെയാണ് സാധനങ്ങൾ നിൽക്കുന്നത്. ഇത് കുയിലുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. ഒരു ഉഗ്ര ജൈവ കൊല. നമ്മുടെ ജൈവ പപ്പായ അതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടുപോകട്ടെ. ധൈര്യമായിട്ട് ഇവിടെ വന്നു ഒരു പൈസ തരണമെന്നില്ല. ഇവിടെ ഇവരെ പച്ച കളറിലെ ഓല കടിച്ച് കടിച്ച് തിന്നും. ആ കടക്കലത്തെ മണ്ണ് മാറ്റിയിടണ്ട, വേരൊക്കെ പൊന്തി ഓരോ വക പരിഷ്കാരങ്ങൾ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നന്ന് അയ്യോ നാവ് ആയതിനെ കുഴഞ്ഞു. ആദ്യം പറയുന്നേ വേണ്ട അല്ലേ? ഇന്ന് നമ്മുടെ വീട്ടിൽ 2 ചരിത്ര സംഭവങ്ങൾ നടക്കാൻ പോവാണ്. നമ്മുടെ ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട. അതായത് ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നേന്ത്രവാഴ കൊലച്ച് ഒരു ഉഗ്ര ജൈവ കൊല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൊലയാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു 10 കൊല ഒടിഞ്ഞു വീണില്ലെങ്കിൽ ഒരു 10-15 കിലോ 14 കിലോ തൂക്കം വരും. ഒരു രാസവളം ഒന്നും ചെയ്യാണ്ട് നമ്മൾ ഉണ്ടാക്കി കൊലച്ച ഭയങ്കര സന്തോഷം. ഞാൻ ഇന്നലെയൊക്കെ മുഴുവൻ കേട്ടെ. ആകെ കൊലക്കെട്ടുകൾ 4 കെട്ടാണ് കെട്ടി പോയി വീണത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ചരിത്ര സംഭവം, രണ്ടാമത്തെ സംഭവമാണ് നമ്മുടെ ജൈവ പപ്പായ അതേ പഴുത്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ തല ഞാൻ ഒടിഞ്ഞപ്പോൾ ഒന്ന് ചെത്തി കളഞ്ഞു കേട്ടോ. പിന്നെ നോക്കി അടിപൊളി താങ്ങ് കൊടുത്തു. അങ്ങനെ ആദ്യത്തെ പപ്പക്കായ നമ്മൾ പൊട്ടിക്കുകയാണ്. ഇത് 2 ദിവസം കഴിഞ്ഞാൽ ശരിക്കും പൂർണ്ണമായി പഴുക്കുള്ളൂ കേട്ടോ. പൊട്ടിക്കാറായില്ല ഇത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പം കൈ നീട്ടി വാങ്ങിക്കും. അല്ല വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പപ്പകള് ഇത് തന്നെയായിരുന്നു. അതെ, ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിച്ച പപ്പ തൈകൾ തന്നെയാണ് കംപ്ലീറ്റ് ഒരേ ഇതല്ല. പക്ഷെ ഇത് ഉണ്ട്. ഇത് നോക്കിയേ, ഇത് നീളാൻ കണ്ട നീളാൻ. ഈ പപ്പായ നോക്കിയേ, ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് പപ്പായ. ഇത് ഏകദേശം അതിന്റെ കണത്തിലുള്ള ടൈപ്പുള്ള ഇതില്ലേ. ഇത് മര്യാദക്ക് ഇതിന് ഓരോന്നിനും മറ്റേ ഓട് വെച്ച് കറക്റ്റ് നടുവിൽ അതിൽ കടയ്ക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് നട്ടുണ്ടായിരുന്ന. ഒരു ദിവസം എന്തിട്ട് ബോധോദയം വന്നിട്ടാന്ന് അറിയില്ല, ആ ഓടൊക്കെ എടുത്ത് മാറ്റി കടക്കലത്തെ മണ്ണൊക്കെ മാറ്റി ഇങ്ങനെയൊക്കെ ഇട്ടു. അതിന് കാരണം പെട്ടെന്ന് തന്നെ മറയും. ന്യായീകരണം പറയട്ടെ. ന്യായീകരണം അതായത് ഓട് വെച്ചിട്ട് ഇതെങ്ങനെ ആയിക്കപ്പോഴേ അരിക്ക് വെള്ളം ഇറങ്ങുന്നില്ലേ? വെള്ളം ഇറങ്ങും, ആവശ്യത്തിന് വെള്ളം പോലെ. പപ്പയ്ക്കൊന്നും ഭയങ്കരമായിട്ട് വെള്ളം ആവശ്യമില്ലല്ലോ. അല്ല, അതിനുശേഷം ഇപ്പൊ അതിലെ ഞാനത് പരീക്ഷണങ്ങൾ നടത്തി. ഈ ഓട് വെച്ചിട്ട് മറിഞ്ഞിപ്പോ കണ്ട ഇത് ഇതിന്റെ കടക്കലത്തെ മണ്ണ് പോയി. ഒന്നാമത്തേലും 2 എണ്ണം പോലും താഴ്ത്തി കുഴിച്ചിടില്ല, മേലെ വെക്കുള്ളൂ. എന്നിട്ട് ആ കടക്കിടെ മണ്ണും കളഞ്ഞു. ഇപ്പൊ കാരണം ഇതേ 2 വിറകും കൊള്ളി പോലത്തെ സാധനം ഇത് ദ്രവിച്ച് പരുവ. ഇത് എപ്പോഴാണ് അവിടെ ഓടിയ അങ്ങനത്തെ 2 സാധനം കൊണ്ട് ഇതേ കുത്തു കൊടുക്കേണ്ടി വന്നു. ഒരു കുഴപ്പമില്ല. ആ കടക്കലത്തെ മണ്ണ് മാറ്റിയിടണ്ട, വേരൊക്കെ പൊന്തി. ഓരോ വക പരിഷ്കാരം. പപ്പ മണ്ണ് താത്തി കുഴിച്ചാത്ത എന്തുകൊണ്ടാന്നറിയോ? വർഷകാലത്ത് അതൊക്കെ ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് ഉയർത്തി നട്ടോണത്. ഇനിയിപ്പോ കുറച്ച് നാൾ കഴിഞ്ഞ് ഇപ്പൊ നനച്ചു കൊടുക്കണല്ലോ. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇപ്പൊ 1 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മണ്ണ് കൂട്ടിയിട്ടിട്ട് ഇതാക്കി മാറ്റും. നോക്കിയേ ഇപ്പൊ 4 പപ്പ തൈ ഇവിടെ വാങ്ങിച്ചു കൊടുന്ന് കുഴിച്ചിട്ട് നോക്കിയേ കടാ. ഇതിനൊക്കെ എങ്ങനെ ഇപ്പൊ പിടിച്ചു വരുന്നുള്ളൂ. ചാവാലികളായിട്ട് 4 തൈകൾ വാങ്ങിച്ചു കൊടുന്നു. ചാവാലി തൈ വാങ്ങിച്ച ആരോഗ്യമുള്ള തൈ വാങ്ങിക്കായിരുന്നില്ലേ? അല്ല, ഇങ്ങനത്തെ തൈകളുള്ള ചില സ്ഥലത്ത് മണ്ണുത്തി തന്നെയല്ലേ? മണ്ണുത്തി തന്നെ. അപ്പൊ 4 ഇവിടെ കുഴിച്ചിട്ടുണ്ട്. നമുക്ക് മത്തങ്ങ പൊട്ടിക്കാൻ പോവാ. ഇനി നമ്മുടെ മത്തങ്ങയില്ലേ, സ്വർണ്ണ മത്തങ്ങ. എനിക്ക് സ്വർണ്ണ മത്തങ്ങ എന്ന് പറയുന്നത് നമ്മളെ മറ്റേ ജഗതി മാണിക്യ ചെമ്പഴുക്ക എന്ന് പറഞ്ഞൊരു സിനിമയില്ലേ, അതില് ജഗതിയാണ് ഇതേ വരുന്നുണ്ട് സ്വർണ്ണ തള്ള എന്ന് പറയില്ലേ. അയ്യോ, ഈ കൈപ്പക്കായക്ക് കെട്ടി കൊടുത്തില്ല വലുത്. വെട്ടി കൊടുക്കാന്ന് കെട്ടി കൊടുക്കാം. ഇവിടെ വരുന്നുണ്ട്. കെട്ടി കവർ കെട്ടിയില്ലെങ്കിൽ ഒക്കത്തിന് കുത്ത് കിട്ടും. അത് കുറേ നാൾ നിൽക്കും ഈ സാധനം. ഇതിപ്പോ കൂട്ടാൻ വെച്ചില്ലെങ്കിൽ നമുക്ക് വിഷുവിനൊക്കെ വെക്കാൻ പറ്റിയ സാധനം തന്നെയാണ് ഇത്. എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ കട. അത്രയും ഭംഗിയാണ് ഇതിന്. അതൊക്കെ പൊട്ടിച്ചാൽ കൊഴിഞ്ഞു വീഴും. പിന്നെ ഞാൻ പറഞ്ഞാൽ കൊഴിഞ്ഞു വീണു. ഇങ്ങനെ കൊഴിഞ്ഞു വീണത് സരിതര വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അവരെന്താ വെച്ചിട്ട് ഈ വിഷുവിന് കണി വെക്കാനായിട്ട് എടുത്തു. അമ്മ അത് ഫ്രിഡ്ജിൽ എടുത്തേക്കണോ ചോദിച്ചിട്ട് എന്നെ വിളിച്ചു. അതേ തുടങ്ങി അത് പൊട്ടി വീഴും.
എന്തായാലും കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര ഭംഗിയാണ്. ഇത് മറ്റേ ഇതിലത്തെ പോലെയാണ് നമ്മുടെ ഏട്ടാ. എന്നിട്ട് പറയാ ജൂനിയർ മാൻഡ്രാക്കിലെ മറ്റേ പ്രതിമേനയും കൊണ്ട് കിടക്കില്ലേ പറവു ഭരതൻ ഇവരൊക്കെ. എന്നിട്ട് പറയില്ലേ ഒരു പൈസയും തരണമെന്നില്ല, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ജഗതിയും ഫ്രീ ആയിട്ട് ജഗതിയും ഇവരും ഒരു റോഡ് സൈഡിൽ നിന്നിട്ട് കുറേ സാധനങ്ങൾ ആക്രി സാധനങ്ങളൊക്കെ വിൽക്കാൻ നിൽക്കില്ലേ, അതുപോലെ നിങ്ങൾക്ക് വേണമെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകട്ടെ ധൈര്യമായിട്ട് ഇവിടെ വന്നു, ഒരു പൈസയും തരണമെന്നില്ല. പക്ഷേ പപ്പക്കായ തല്ലേ ചേട്ടാ, ഇത് തല്ലേ ചേട്ടാ, ഇതെന്തോരം ഉണ്ടായാലും ഇവിടെ പൊക്കോളും. നമുക്ക് അടുത്ത് വഴുതനങ്ങ പൊടിക്കും. വഴുതനങ്ങ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വിളവെടുപ്പാണ് കേട്ടോ നിർത്താ. വഴുതനങ്ങനെ തള്ളി കളയാൻ പറ്റില്ല കേട്ടോ. വഴുതനങ്ങ കൊണ്ടുള്ള വിഭവങ്ങളാണ് ഉത്തരേന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് സത്യം. സരിത മഞ്ഞ കളറായിട്ട് നമ്മൾ ഈ അടുക്കള തോട്ടം എന്ന് പറയുമ്പോൾ ഭയങ്കര വലിപ്പത്തിലാണ് എടുക്കുന്നത് ഈ സാധനം. നമുക്ക് ആവശ്യമുള്ളത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. എല്ലാം കാണുമ്പോൾ ഒരു ലുക്കില്ല എന്നുള്ളോ. ഭയങ്കര ബുദ്ധി ഈ സാധനത്തിന്. ബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഗുണമുള്ള സാധനങ്ങളാണ് അർത്ഥം. എന്തിട്ട് പറയണ ചേട്ടൻ, എന്തിട്ട് ഉദ്ദേശിച്ചേ? കണ്ടാൽ ലുക്കില്ല എന്നുള്ള ഭയങ്കര ബുദ്ധിയാണ്. ആർക്ക്? വഴുതനയ്ക്ക് ബുദ്ധി എന്നല്ല പറഞ്ഞത്. ബുദ്ധി എന്ന് ഉദ്ദേശിച്ചത് ഗുണം എന്നാണ്. എന്തുട്ടിന്? വഴുതനങ്ങ മൊത്തത്തില് കൃഷിത്തോട്ടം കാണുമ്പോ ലുക്കില്ലെന്നുള്ളതൊന്നും നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അതെ, കാട് പിടിച്ച് കിടക്കുന്നുണ്ടോ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഈ ബാലരമേലുണ്ടാവില്ലേ മിന്നുമുയലിന് വഴി കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് മിന്നുമുയൽ നിൽക്കണ്ടാവും. കുറേ ഇങ്ങനെ 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 അതിൻ്റെ അറ്റത്ത് അമ്മ മുയൽ നിൽക്കണ്ടാവും. അവ അങ്ങോട്ട് അന്ന പോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം ഈ പുല്ലിൻ്റെയും കാടിൻ്റെ ഇടയിൽ എവിടെയാണ് സാധനങ്ങൾ നിൽക്കണത്. അത്ര ഉള്ളൂ. കണ്ടുപിടിച്ച് കിടക്കണം പറഞ്ഞാൽ അതായത് കീടങ്ങളിൽ നിന്നും മറ്റേന്നൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആവരണം കിട്ടാൻ വേണ്ടിയിട്ടാവും ചേട്ടൻ ഇങ്ങനെ വെച്ചാണ് അല്ലേ? അതുണ്ടാവും. ഈ വഴുതനങ്ങ പൊട്ടിക്കണം. വൈലറ്റ് എല്ലാം പൊട്ടിച്ചോ. ഇന്ന് വിളവെടുപ്പ് മഹോത്സവമാണ്. ഇത് വീട്ടിലേക്ക് കൊടുക്കാട്ടാ. വഴുതനങ്ങ ഇപ്പം ഇന്നാൾ പൊട്ടിച്ച് തന്നെ കൂട്ടാൻ വെച്ച് കളർഫുള്ളാണ്. നോക്കി കളർഫുള്ളാണ്. എന്തിട്ട് ഭംഗി. ഇനി വഴുതനങ്ങ അവിടെ കുറെ തൈകൾ നിൽക്കണില്ലേ, അതിലൂടെ പൊട്ടിക്കണ്ട്. പൊട്ടിക്ക് ഇന്ന് എൻ്റെ അതിൻ്റെ അടിയിൽ ഉള്ളിലൊക്കെ നിറച്ച ഒക്കെ പൊട്ടിച്ചോ. കൈ കഴപ്പിക്കും പൊട്ടിച്ചിട്ട്. മാങ്ങ ചമ്മന്തി ഉണ്ടാക്കണം. ഞാൻ മുളക് പൊട്ടിക്കുന്നുണ്ട്. ചമ്മന്തി നമ്മുടെ ചൂനിയ മുളക്. വീട്ടിലേക്ക് മുളക് വേണ്ടാന്ന് തോന്നുന്നുണ്ട്. വീട്ടിലേക്ക് മുളക് വേണ്ടാന്ന് തോന്നുന്നുണ്ട് അല്ലേ? അവിടെ മുളക് ഉണ്ടെന്ന് തോന്നുന്നു. കാബേജ് വേണം അവിടേക്ക്. കാബേജ് 2 കൂടി ഉണ്ട്. 2 കാബേജ് നിക്സൺ കൊടുത്തേ. കാബേജ് ഇപ്പോൾ പൊട്ടിക്കാണ്ട് ഉള്ളത്. അതിപ്പോൾ കടാ ചുങ്ങി. അയ്യോ ഇതിപ്പോൾ നാശകരി തരുതേ കണ്ട. കുറേ നാളായില്ലത്. ടേസ്റ്റും ഉണ്ടാവില്ല. അത് കഴിഞ്ഞു. കാബേജിൻ്റെ കൂത്ത് കഴിഞ്ഞു കണ്ട. കഴിഞ്ഞു. നിക്സൺ കാബേജും ഇതും കൊണ്ടുപോയി. ഏതാ? കോവക്കായ. മത്തങ്ങ കൊടുക്കായിരുന്നില്ലേ അവന്? മത്തങ്ങ വേണ്ടെന്ന് പറഞ്ഞു. അവർ ചില സാധനങ്ങളൊന്നും തിന്നില്ല. ഇപ്പോഴുള്ള പിള്ളേർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. ചീര വേണമെന്ന് ചോദിച്ചു. ചീര നന്നാക്കാൻ സമയമില്ല. ഈ കാബേജ് വേണമെങ്കിൽ അമ്മ എന്തായാലും ചെയ്തോട്ടെ. വേണ്ട. ഇനി നമ്മുടെ വെണ്ട. ഈ വെണ്ട തൈ ഒരു ദിവസം പ്രായമായിട്ടുള്ള വെണ്ട തൈകൾ നടുമ്പോൾ പറഞ്ഞു ഇതിന് വളമൊന്നും അങ്ങനെ ചേർക്കരുത്, ഇതൊക്കെ പൂവെന്ന് പറഞ്ഞു. പക്ഷേ ഒരു തൈ പോലും പോയിട്ടില്ല. അപ്പോൾ പൂവിട്ടു കണ്ട. എനിക്ക് പൂവിട്ടിട്ട് ഉണ്ടായി തുടങ്ങി. കാണുമ്പോൾ ആളുകൾ ചെറുതുപോലെ തോന്നിക്കും. ചെറുതാണെങ്കിലും ഇതും ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ നില വെണ്ട ടൈപ്പാണ്. കുഞ്ഞി നില വെണ്ടയില്ലേ, ഭയങ്കര ആകാശ വെണ്ടയില്ല, ഭയങ്കര ഉയരത്തിൽ പോയിട്ടുള്ള വെണ്ടയില്ല. ചിലതിന് വളർച്ചയില്ല അല്ലേ? ചിലത് മുരടിച്ച് നിൽക്കണ പോലെ, ചിലതിന് ഭയങ്കര വളർച്ച. ഇതിൻ്റെ ഇടത്തരം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെണ്ടയില് എത്ര വർഷകാലം ഭയങ്കര കുത്തി മഴ പെയ്ത് വെള്ളക്കെട്ടായാലും വെണ്ട നാശാവില്ല. വെണ്ടയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ നമ്മൾ പയർ നട്ടിട്ട് ഈ പയർ കണ്ട നല്ല ആദ്യമായിട്ടാണ് ഇത്രയ്ക്ക് വളർച്ചയിൽ വരുന്നത്. പയർ ഒരു 5-10 നട്ടിട്ടുള്ളൂ. 5-10. ഇതേത് പയറാ? മറ്റേതാ നീളത്തിലുള്ളത്? ലോലനാവോ ഇതാണാവോ? ഇത് നമ്മുടെ കമ്പോസ്റ്റിൽ തന്നെ ഇത് ചെയ്യുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ മത്തങ്ങയായിരുന്നു. നോക്കിയേ ഈ മത്തങ്ങ ഇതൊക്കെ ഇല്ലേ, ഇതൊക്കെ മത്തങ്ങയുടെ കുരുക്കൾ നട്ടിട്ടുള്ളത്. എങ്ങനെയൊക്കെ സൂഡോമോണസ് എന്ന് പറഞ്ഞിട്ടുള്ള ലായനിയിൽ
മത്തങ്ങരല്ലേ എന്തിൻ്റെ കുരും മുക്കി ഒരു അരമണിക്കൂർ നേരം ഇട്ട് കഴിഞ്ഞിട്ട് നട്ടിട്ടുള്ളതിലാണ്. അതുകൊണ്ടാണ് ഈ പയറൊക്കെ അടിപൊളിയായിട്ടുള്ളത്. ഈ മത്തങ്ങ കണ്ട നല്ല വളർച്ചയില്ലേ മത്തങ്ങക്ക്. അതാ ഇപ്പം എല്ലാത്തിൻ്റെ വിത്തിട്ട് അതിൽ വെള്ളത്തിലിട്ട് നടുന്നത്. അതായത് നോക്കിയത് ഒരു കുഴപ്പമില്ല, ഒക്കെ മുളച്ചു. ആ കൈ മുളച്ചത് അങ്ങനെയാണ്. ഇനി അടുത്തത് മാങ്ങ പൊട്ടിക്കൽ മഹോത്സവമാണ്. നമുക്ക് കൃഷി സ്ഥലത്ത് അത്രയ്ക്കധികം വളർച്ചയുണ്ടായിട്ട് അത് കായ ഉണ്ടാവാത്തത് ഈ സാധനം മാത്രമാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. കണ്ട ഈ വാങ്ങി വെച്ചതല്ലോ പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് അത്രയ്ക്ക് വെയിലും കൊള്ളുന്നുണ്ട്, അതുപോലെ വളം ചേർക്കുന്നുണ്ട്. വളം എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾ തന്നെ, ഈ കമ്പോസ്റ്റും പിന്നെ വേപ്പ് പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്കിൻ്റെ ലായനിയൊക്കെ ചേർന്നിട്ടുള്ള സാധനം ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ പൂവിടുന്നില്ല. പിന്നെ വെയിൽ നല്ല പോയിട്ടുണ്ട്. ബെസ്റ്റ് പന്തലാണ് പൂവ്. ഞാൻ പൂവിട്ട പോലെ പല സ്ഥലത്ത് തോന്നി പറഞ്ഞു, പക്ഷെ പൂവല്ലത്. എന്നോട് പറഞ്ഞല്ല പൂവിട്ടു. ഈ ഞാൻ പൂവിട്ടു നാൾ പറഞ്ഞു സരിതോടെ. കടാ ഈ സൈഡിലൊക്കെ നന്നായി വളർച്ചയാണ്. പക്ഷെ എന്തുട്ട് ചെയ്യുക, ഇപ്പം ഉണ്ടാവുന്ന ടൈമാണ് ഫാഷൻ ഫ്രൂട്ട്. ഈ സമയത്ത് ഇഷ്ടം പോലെ കിട്ടില്ല ആളുകൾക്ക്. പിന്നെ വേറെ സംഭവം ഉണ്ടായിട്ട് എന്താ അത് കണ്ടു കഴിഞ്ഞില്ല എന്നെ കളിയാക്കും. നമ്മൾ അല്ലാണ്ട് അവിടെയൊക്കെ പോയിട്ട് കാണുമ്പോൾ ഇത്രയ്ക്ക് പോകുന്ന കുക്കുംബറിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. വണ്ട കുക്കുംബർ ഓരോന്നുകൊണ്ട് ഓരോന്നത്തിന് എടുത്തിട്ട് ഇങ്ങനെ തലയിൽ ഒറ്റയടിച്ച് കഴിഞ്ഞാൽ അയാളിപ്പോൾ ചാവും. അതുപോലത്തെ വലിപ്പമുള്ള സാധനങ്ങളാണ്. അപ്പം നമ്മുടെ കുക്കുംബർ നോക്കിയേ, അവരൊക്കെ വളരെ വലിപ്പത്രയ്ക്ക് കേട്ടാ. സരിത കയ്യോടെ പൊട്ടിച്ചു തന്നു. ഇതൊക്കെ വെറുതെ നിന്ന് കഴുകിയിട്ട് കയ്യോടെ തന്നോ. ഇത്രയും നല്ല സാധനം ഓരോ മാത്രമല്ല കേട്ടോ. നോക്കിയേ ഉണ്ടാവുന്നുണ്ട്. ഇതേ ജഗോ ജ്യൂസ് കുടിക്കാൻ പോയി അടുത്ത് പിടിച്ചേ. ഇത്രയ്ക്ക് ഇത് അല്ല അതിന് ഇതൊക്കെ കടക്കുണ്ടായിക്കണല്ലേ, നിലത്തുനിന്ന് പൊന്തുമ്പോഴേക്കും ഉണ്ടായി തുടങ്ങി നിറച്ച്. ഇതും സ്യൂഡോമോണസിൽ മുക്കി തന്നെ. ഇത് സൂഡോമോണസ് ഒക്കെ സൂഡോമോണസിൽ മുക്കിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടാ. അപ്പം ഇത്രയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ഇനി ഉണ്ടായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ഇവിടെ ഉണ്ടാവുന്നുണ്ട് എല്ലാതും അടിയില്ല. പൊങ്ങും മുകളിലേക്ക് അടിപൊളി കുക്കുംബർ. കുക്കുംബറാന്ന് പറഞ്ഞാലും ഒരു ഷേപ്പ്ലെസ് അല്ലേ കുക്കുംബർ. നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇതിന് വലിപ്പം കഴിഞ്ഞു. ഇതിന് വലിപ്പം വയ്ക്കില്ല. കണ്ട ചെറിയൊരു മഞ്ഞ കളറ് ചെറിയ ഇതിൽ വരുന്നത് കയ്പുണ്ടാവും. ഇത് കുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്ന് കഴുകിയിട്ട് കടിച്ചു നോക്കിയോട്ടെ. തോട്ടത്തിൽ നിന്ന് ഒരു കയ്പോല ഇല്ലേ. കോവക്കായ ഉണ്ടാവും നോക്ക്. കോവക്കായ ഉണ്ട്. കോവക്കായ മാത്രല്ല അവിടെ വയ്ക്കാം, അവിടെ വയ്ക്കാം. അങ്ങോട്ട് വാ. ഒരു നല്ല സാധനം ജീവിതത്തിൽ കിട്ടില്ല. അതാവുന്നില്ലേ വഴി കാണിക്കാൻ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുകയാണ്. കോവക്കായ പൊട്ടിയ സാധ്യത പണിയാ. അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്കിവിടെ സാധനം കിട്ടും. ഇത് കുറേ വഴുതനയുണ്ടല്ല. ഇവിടെയുണ്ട് കുറേ വഴുതനയ. ഒക്കെ മഞ്ഞച്ചു പഴുത്തു. വഴുതനങ്ങ ഇനി കുറേ നടണ്ട കേട്ടാ. വഴുതനങ്ങി പറഞ്ഞ മാതിരി വലിയ താല്പര്യമില്ല. അല്ല ഇടയ്ക്ക് കാഴ്ചയിലൊരിക്കലൊക്കെ കഴിക്കാം. അല്ല ചേട്ടൻ ദുഃഖവെള്ളിയും ഇതൊക്കെ ആയിട്ട് മുടക്കായ കാരണം അതുകൊണ്ട് പറമ്പ് ഇതേ വൃത്തിയാക്കി തുടങ്ങിയാണ്ടാ. അങ്ങനെ ചേട്ടൻ്റെ പറമ്പ് പുല്ലൊക്കെ ചെത്തി കൂട്ടിയല്ല അവിടെ. ഇന്നലെ ഇപ്പം ഞായറാഴ്ചയായിട്ട് ഒരു ദിവസം ഒഴിവ് കിട്ടിയപ്പോൾ കംപ്ലീറ്റ് വൃത്തിയാക്കിയതാണ്. ഈ പഴുത്തിട്ടുള്ള ഇതില്ലേ, ഇത് കുയിലുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അവർ വന്നിട്ട് ഇത് തിന്നും. അപ്പോൾ ഇതിനെ അവിടെ നിർത്താം. അവിടെ നോട്ടെ. കുയിൽ വന്ന് തിന്നും. നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക മധുരം ഉണ്ട് പതിനെട്ടാ. അതിപ്പോൾ 2-3 ദിവസം മുന്നല്ലേ അല്ലേ? 2 ദിവസം മുന്നല്ലേ നെക്സിന് പൊട്ടിച്ചു കൊടുത്ത്. അതറിയില്ല. ഇത്ര ഉള്ളോ കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ മാങ്ങ പൊട്ടിക്കാൻ പോവാ. ഇഷ്ടംപോലെ മാങ്ങയുണ്ട്. അതാ ഒരു കുക്കുംബർ നമ്മുടെ അടിപൊളി. ഇനിയിപ്പോൾ ഈ മാവുമ്മ നമുക്ക് കുറച്ച് മാങ്ങ പൊട്ടിക്കാം. മാങ്ങ പൊട്ടിക്കാന്ന് പറഞ്ഞില്ലേ, കുറച്ച് അച്ചാറ് ഇടാനായിട്ടേ ഈ മറ്റേ ഉപ്പിലിട്ട് വയ്ക്കില്ലേ. കണ്ട ചെനച്ച മാങ്ങകൾ വീണ് കണ്ട. അതിന് പറഞ്ഞത് ഒരു കൊത്തുപോലും കിട്ടിയിട്ടില്ല. ചെനച്ച മാങ്ങ
ഇതിപ്പം എന്നെ വീണിട്ടുള്ളതാ. എന്നിട്ട് ഇതിന്റെ അടിയിൽ കുറേ വീണെടുക്കുന്നുണ്ട്. തമാശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മ പറഞ്ഞു നിങ്ങക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട, എനിക്കത് പറക്കി കൊണ്ടുവന്നായോ എന്ന് പറഞ്ഞു. ആ വലത്തോട്ടിയല്ലേ അല്ലേ? വലത്തോട്ടി നമുക്കില്ല. നീ ഓരോന്നോരോന്ന് എടുത്തോ, ഇപ്പം നേരം തലയ്ക്ക് വിട്ടാ. അപ്പൊ പിന്നെ എടുക്കാൻ പറഞ്ഞാല് എൻ്റെ കയ്യിൽ നിൽക്കി മാങ്ങ ഉണ്ട്. മിനിറ്റ് ഇവിടെയൊക്കെ എടുക്കണം, ആദ്യം പറക്കട്ടെ എന്നിട്ട് പൊട്ടിക്കാനി. നമുക്ക് ഒരു ഭരണിയില് ഉപ്പിലിട്ട് വയ്ക്കണം. ഇതൊക്കെ ചെനച്ചുണ്ടാവും. ചെനച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന് ഉപ്പിലിട്ട് വെച്ചിട്ട് പഴുക്കാണ്ടത് പഴുപ്പിക്കുക, ഇത്രേ ഉള്ളോ. സജീവന് വേണോ? ആ വേണേ പൊടിച്ചോളൂല്ലോ അവര്. സജീവനൊന്നും വേണ്ട, ആർക്കും വേണ്ട. അയ്യോ എന്നിട്ട് തല പോയനെ. പണ്ടൊക്കെ ഇങ്ങനെ മാങ്ങ ഇങ്ങനെ നിൽക്കാൻ അനുവദിക്കില്ല. അയ്യേ പൊട്ടെ. നമുക്കേ നാരങ്ങാച്ചാറിനോട് ഇഷ്ടം തോന്നുന്നത് ബിരിയാണി കഴിക്കുമ്പോൾ മാത്രമല്ല, ബാക്കിയുള്ള സമയങ്ങളൊക്കെ മാങ്ങാച്ചാറിനോടാണ് ഇഷ്ടം അല്ലേ സരിത? മാങ്ങ പൊട്ടിക്കുന്നവർ വരാറുണ്ട്, പക്ഷെ അവർക്ക് കൊടുത്തിട്ടൊരു കാര്യമില്ല. അതിൽ നല്ലത് ഈ പാറാളുകൾക്കല്ലേ ബബാലുകൾക്ക് കൊടുക്കാൻ ലാഭം. ആദ്യം മാവൊക്കെ ഇങ്ങനെ കരാറ് കൊടുത്തു കഴിഞ്ഞാലേ അവരാദ്യം തന്നെ വന്നിട്ട് ഒരു മരുന്നടിക്കില്ലേ പൂത്ത് കഴിഞ്ഞാ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പൂ കൊഴിയാതിരിക്കാനും കൂടുതൽ കായ പിടിക്കാനൊക്കെ. അല്ല അത് കാരണം കൊണ്ടാന്ന് പറയും. അല്ല ചേട്ടനൊന്നും കൊടുക്കാറില്ല മരുന്ന്, അവർ വിഷടിച്ച് പോകുന്നു പറഞ്ഞിട്ട്. ഇവിടെ കുറേ ഉണ്ട് കേട്ടാ. ഇവിടെ ഇങ്ങനത്തെ വിറകുകൾ എന്തോരാ. എനിക്ക് ഇങ്ങനത്തെ വിറക് ഭയങ്കര ഇഷ്ടമാണ് കത്തിക്കാൻ. ഞങ്ങൾ ഇന്നലെ സിനിമയ്ക്ക് പോയി. സിനിമയ്ക്ക് പോകുമ്പോഴല്ലേ കണ്ടേ സൈക്കിളമ്മ വിറക് വെച്ച് കൊണ്ടുപോണു. എന്തിട്ട് വിറകാന്നറിയോ? ഇതിങ്ങനത്തെ ചുള്ളികളും പൊതുമ്പ് പട്ട ഓലയുടെ കഷ്ണം അങ്ങനത്തെ ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ വലിയ കെട്ടാക്കിയിട്ട് സൈക്കിളിന്റെ ബാക്കിൽ വെച്ചിട്ട് ഒരാൾ പോണു. ഒരിക്കലും ഈ കാലഘട്ടത്തിൽ കാണാത്തൊരു കാഴ്ച. ഗ്യാസിലാണ്ടായപ്പോൾ ആളുകളെ കിട്ടണോടത്ത് പണിക്ക് പോകണോടത്തുനിന്നുകൊണ്ട് അയാൾ പണി കഴിഞ്ഞ് പോകാന്നുണ്ട് സൈക്കിളുമേ. അപ്പോൾ അവിടെ നിന്ന് ആ വീട്ടുകാർക്ക് വേണ്ടാത്തതും ചിലപ്പോൾ ഇതിങ്ങനത്തെ സാധനങ്ങളൊക്കെ മൺമറഞ്ഞു പോയ കാഴ്ചകളാണ് അതൊക്കെ കേട്ടാ. സാധനങ്ങളൊക്കെ കെട്ടിയിട്ട് കൊണ്ടുപോവാ. പണ്ട് എൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗം ഇപ്പം നമ്മുടെ ഇവിടെ മേച്ചേരിയുടെ പറമ്പ് എടുക്കണില്ലേ ബാക്ക്, അതുപോലെ എൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗം വലിയ പറമ്പായിരുന്നു. ചാണ്ടീരെ വളപ്പ് എന്നാണ് പറയാം ഞങ്ങൾ. ചാണ്ടി എന്ന് പറഞ്ഞ ആളുടെ ആവും വേണമെങ്കിൽ. അപ്പോൾ അവർ പക്ഷേ കറക്റ്റായിട്ട് നാളികേരം ഇടാൻ വരും. പിന്നെ പട്ട ഓല ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വീടില്ലേ, ഇങ്ങനത്തെ സാധനങ്ങൾ വരെ കംപ്ലീറ്റ് കൊണ്ടുപോകും അവിടെ നിന്ന്. വലിയ കാശുകാരാ, വലിയ ഏക്കർ കണക്കിന് എടുക്കണ പറമ്പ് അവിടെ. ഇപ്പം അവിടെ മുഴുവൻ ഫ്ലാറ്റുകൾ വന്നു. അപ്പോൾ എൻ്റെ അവിടെ ഒരു കമ്പിവേലിക്ക് ഉണ്ട്. പക്ഷെ അച്ചാച്ചൻ അതിൻ്റെ ഇടയിൽ കൂടെ കടന്ന് ഇടയ്ക്ക് ഓരോ ഓലയൊക്കെ വലിച്ചുകൊണ്ടുവരും അവിടെ നിന്ന്. അച്ഛനും അമ്മ എത്ര പറഞ്ഞാലും കാര്യമില്ല, അച്ചാച്ചനെ ഇടയ്ക്ക് ആ പറമ്പിലൊന്ന് പോയി ഒന്ന് വരികണം. എന്നിട്ട് എന്തിട്ടേലും ഉണങ്ങിയ പട്ടയ്ക്ക് ഇങ്ങനത്തെ എടുക്കണത് കത്തിക്കാൻ. അച്ചാച്ചൻ വൈകുന്നേരം അച്ചാച്ചന് കുളിക്കുക, അച്ചാച്ചനും അമ്മയും ഉച്ച തിരിഞ്ഞിട്ടാണ് കുളിക്കുക വിളക്ക് വയ്ക്കേണ്ട സമയത്തേക്ക്. അപ്പോൾ കുളിക്കുക ഒരു വലിയൊരു അലുമിനിയം വട്ടയുണ്ട്, പിന്നെ പുറത്തൊരു അടുപ്പുണ്ട്. അവിടെ ഇങ്ങനെ ഇവർ രണ്ടുപേരും വർത്താനം കഥയൊക്കെ പറഞ്ഞ് ഈ ഇതിങ്ങനെ ആ പുറത്തത്തെ അടുപ്പിൽ ഇങ്ങനെ കിട്ടണ സാധനങ്ങൾ അടിച്ചു വര ചവറ് ഓലക്കുടി എന്ന് പറഞ്ഞാലും ചൂലൊഴിഞ്ഞിട്ടുള്ള സാധനം, അല്ലാണ്ട് ഈർക്കിലടക്കുള്ളത് ഉണ്ടാവില്ല. എല്ലാം ചൂലൊഴിയും, നല്ല ഇതുകളൊക്കെ ചൂലൊഴിയും. അപ്പം അതൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ടാണ് ഇവർ വെള്ളം ചൂടാക്കുക. ഇവർക്ക് രണ്ടാൾക്കും കുളിക്കാനുള്ളത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിലാകെ 4 തെങ്ങുള്ള അതിൻ്റെ തികയില്ല എല്ലാ ദിവസവും കത്തിക്കാനേ. പിന്നെ അരി വെക്കണത് കൂട്ടാൻ വെക്കണത് ഒക്കെ വിറകടുപ്പിലാണല്ലോ. ഞാൻ പോളിടെക്നിക്കിൽ പഠിക്കുമ്പോഴങ്ങനെ തോന്നുന്നുണ്ട് ഗ്യാസ് അടുപ്പ് വെച്ചാണ്. അത്രയും നാളെല്ലാതും ചെയ്യണതും വിറകടുപ്പിൽ തന്നെ. കാരണം വിറക് ഈ പട്ടി ഇതൊക്കെ വേണമല്ലോ. അപ്പം നല്ല സാധനങ്ങൾ മുഴുവൻ അങ്ങോട്ട് പോവും. ബാക്കി വേസ്റ്റ് വരാണ് ഈ പുറത്തിട്ടിട്ട് ഇവർ കത്തിക്കുക. അപ്പോൾ അച്ചാച്ചൻ ഇടയ്ക്ക് ആ പറമ്പിലേക്ക് ഇങ്ങനെ പോയിട്ട് കത്തിക്കും, അല്ല വലിച്ചുകൊണ്ടിരും. അപ്പോൾ ഒരു ദിവസം അച്ചാച്ചൻ വലിച്ചു കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ മുതലാളിയില്ലേ, പറമ്പിൻ്റെ മുതലാളി വന്ന് അയാൾ കാറിൽ അങ്ങോട്ട് വന്ന് ഇറങ്ങിയ സമയത്ത് അച്ചാച്ചൻ ഇത് വലിച്ചിട്ട് വരാം. അല്ലെങ്കിൽ തന്നെ അവർക്ക് പരാതി ഉണ്ട്, അവർക്ക് ഇത് കുറയണു, നാളികേരം കുറേ കുറവ്, വീണെടുക്കണ നാളികേരൊക്കെ നമ്മൾ അച്ചാച്ചൻ്റെ പേര് വേല ഇത്. ഇല്ലില്ലേ നാളികേരം ഞങ്ങൾക്ക്
ഇഷ്ടം പോലെയാ 4 തെങ്ങോളം പറഞ്ഞിട്ട് കയറില്ലേ. ഞാൻ സിനിമയിലത്തെ കാര്യം പറഞ്ഞത് നരലത്തെ. ആ അതെ. അപ്പോ എന്നിട്ടാ അയാൾ വന്നു വന്നിട്ട് അച്ഛനെ വിളിച്ചിട്ട് കുറേ, അച്ചാച്ചൻ പിന്നെ വയസ്സായ ആളെ അച്ചാച്ചനെ ഒന്നും പറഞ്ഞില്ല. അച്ചാച്ച അയാളെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ജാതി വലിച്ച് ചിരിച്ച് ആ പട്ട വലിച്ചോണത് അവിടെ ഇട്ടിട്ട് അച്ചാച്ചൻ്റെ അടുത്ത് കയറി പോകും നമ്മുടെ പറമ്പിൽ. പിന്നെ ഇപ്പം ഈ മേച്ചേരിയുടെ പറമ്പിൻ്റെ അതിർത്തിയിൽ കുറേ വീടുകളില്ലേ, എന്ന പോലെ തന്നെ ആ ചാണ്ടിര വളപ്പിൻ്റെ അതിർത്തിയിൽ കുറേ പറമ്പുകളുണ്ട്. അപ്പോൾ അവരും കിടക്കും, ആ വീട്ടുകാരും കിടക്കുണ്ടാവും. എന്നിട്ട് അയാൾ അച്ഛനെ വിളിച്ചിട്ട് കുറേ ചീത്ത പറഞ്ഞു. ഇപ്പോൾ അതൊക്കെ ഓർമ്മ. ഇതുപോലെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. അവിടെ ഈ ചാണ്ടിയുടെ പറമ്പ് പോലെ നമ്മുടെ ഈ ആ റോഡിൻ്റെ അപ്പുറം വലിയൊരു പറമ്പുണ്ട്, അക്കരപ്പാപ്പൻ്റെ പറമ്പ് എന്ന് പറയാം. നല്ല വലിപ്പുള്ള പറമ്പുണ്ടാകും. ഞങ്ങൾ കളിക്കാനും ഇതിനൊക്കെ പോകണം. വലിയ പറമ്പ്. അവർ ഇവിടെയുള്ള ആളുകളല്ല, അവർ വേറെ സ്ഥലത്താണ്. അവർ വല്ലപ്പോഴേക്കും ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ മൊത്തത്തിൽ പിള്ളേരുകളുടെയൊക്കെ കളിക്കുന്ന സ്ഥലം അതിൻ്റെ അപ്പുറത്ത് പാടാണ്. അപ്പോൾ ഈ പറമ്പി കോളിയാണ് പോയിട്ട് അപ്പുറത്തെ പാടത്തേക്ക് പോകുക. അതിന് വേലിയും കൂലിയൊന്നും ഇല്ല, വെറുതെ ഇങ്ങനെ തുറന്നിട്ട് പറമ്പാണ്. 1983 ഒക്കെയുള്ള കാര്യമുണ്ട്, 84 83 ഉള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് പശുവുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, പശുവിനെ ആ പറമ്പിൽ കെട്ടും. അവരെ പറമ്പിൽ കെട്ടിയിട്ട് കളിക്കാൻ അപ്പുറത്തേക്കാണ്ട് പോവും. അപ്പോൾ ഞാനാണ് ഈ പശുവിനെ കൊണ്ടുവന്ന് കെട്ടുന്നത് കേട്ടോ. കെട്ടിയിട്ട് അപ്പോൾ വേറെ കൂട്ടരുണ്ട്, അവരാണ് മൊത്തത്തിൽ ഈ പറമ്പിനെ കരാറെടുത്തോണെന്ന് തോന്നും. അപ്പോൾ അവർക്കും 2-3 പശുക്കളുണ്ട്. അപ്പോൾ ഇതിൽ തെങ്ങും തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. തെങ്ങും തൈകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള തെങ്ങും തൈകൾ. ഇപ്പോൾ ഏകദേശം ഇത്രയ്ക്ക് ഉയരത്തിൽ പട്ടൊക്കെ പോയിട്ട് അങ്ങനെ വലിപ്പമുള്ള തെങ്ങുകൾ. അപ്പോൾ ഈ തെങ്ങിൻ്റെ പട്ടകളൊക്കെ നമ്മുടെ പശു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്ങിൻ്റെ ഓല തിന്നില്ല. അവരെ പശുക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്ങിൻ്റെ ഓല തിന്നും. അങ്ങനെ നമ്മൾ പശുവിനെ അവിടെ കെട്ടിയിട്ടുണ്ട്. ഇവരെ പശു പിന്നെ ഓല എന്ന് പറഞ്ഞാൽ പച്ചോല, പച്ച കളറിലുള്ള ഓല കടിച്ച് തിന്നും. തൈ അത്ര തൈകളല്ല, അത്യാവശ്യം വലിപ്പമുള്ളതുണ്ട്. ആ തലയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പോവും, കടിച്ച് തിന്നും അവരെ പശുക്കൾ. ഒരു ദിവസം ഞാൻ അവിടേക്ക് പോയ സമയത്ത് ഞങ്ങൾ കളിക്കാൻ പോയി, പശുവിനെ കെട്ടിയിട്ട് കളിക്കാൻ പോയ സമയത്താണ് ഈ അക്കരപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒരു 130 വയസ്സൊക്കെ ഉണ്ടാവും. അയാളുടെ മോൻ വന്നു, കാറിൽ വന്നു. അവിടെ വന്ന് നോക്കിയപ്പോൾ പശു, അവരെ പശുവും നമ്മുടെ പശു തൊട്ടടുത്തുണ്ട് ഈ ഓലയുടെ അവിടെ, അല്ല ഈ തെങ്ങിൻ്റെ അവിടെ. അത് നമ്മുടെ പശുവാണ് ഓല കടിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ നമ്മുടെ പശുവിനെ പിടിച്ച് കെട്ടിയിട്ടു അവിടെ. അല്ല, അയാള് കെട്ടിട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ നീളത്തിലല്ലേ കെട്ടില്ല കയറ്, അയാളിങ്ങനെ ചുരുക്കി കെട്ടിയിട്ടു. അപ്പൊ കുടുസ് പോലെ കെട്ടിയിട്ടു. ഇനിയിപ്പോ വരുത് എന്നുള്ള ലെവലില് ആ ഉടമസ്ഥൻ മറ്റേ എന്നുള്ളതില്. അപ്പോഴേക്കും അങ്ങോട്ട് കളിക്കാൻ വന്ന പിള്ളേർ, അജു നിൻ്റെ പശുവിനൊക്കെ ഇത് അക്കരപ്പാപ്പൻ്റെ, അയാളുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു, കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓടിച്ചെന്നപ്പോൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു നിൻ്റെ പശു ഓലയിട്ട് ആര് പറഞ്ഞു, അങ്ങനെ കുറേ ചീത്ത പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മേനെ പോയിട്ട് വിളിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഈ പൈസ തരണമെന്ന് പറഞ്ഞു, അല്ലാണ്ട് പശുവിനെ തരില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര രൂപയെന്ന് ചോദിച്ചു. 10 രൂപ കൊടുക്കുന്നുണ്ടെന്ന്. 10 രൂപ എന്നത് വലിയൊരു തുകയേ. ഇന്നത്തെ 1000 രൂപ പവറുണ്ട്. 10 രൂപ കൊടുത്തു. പിന്നെ ഞാൻ ആ പശുവിനെയും കൂടിയിട്ട് ആ പറമ്പിലേക്ക് പോയിട്ടില്ലേ. അവിടുന്ന് ഒരു പ്ലാവിൻ്റെ തൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ പ്ലാവിൻ്റെ ഒരു തൈ കിട്ടിയിട്ടുണ്ട്. ആ തൈ നമ്മുടെ തറവാടിൻ്റെ അവിടെ അന്ന് എവിടെയെങ്കിലും ചെറിയ തൈകളൊക്കെ കിട്ടി കഴിഞ്ഞാൽ കൊണ്ടൊന്ന് കുഴിച്ചിടും. അവിടെ ഇവിടെയൊക്കെ അമ്മയുടെ അവിടെ അമ്മ അത് കുഴിച്ചിടും. അമ്മ തറവാടിൻ്റെ അവിടെ അത് കുഴിച്ചിട്ടു. നല്ലൊരു അതുപോലത്തെ ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ള ചക്കയാണ്. 10-25 ചോള ഉണ്ടാവുള്ളൂ. കുഞ്ഞു ചക്കകളാ അങ്ങനത്തെ ഭയങ്കര രസമാണ്. അല്ല പലർക്കും വെട്ടി പലർക്കും അങ്ങനത്തെ പല അനുഭവങ്ങളുണ്ട്. പശുവിനെ തീറ്റാൻ കൊണ്ടുപോകുമ്പോഴും അല്ലെങ്കിൽ മറ്റോടത്ത് പട്ട വലിച്ചു കൊണ്ടുവരുമ്പോൾ മുതലാളിയുണ്ട്. അവർക്കും ആവശ്യമൊന്നുമില്ല ഇത്. അത് വെറുതെ കത്തിച്ച് ചിലപ്പോൾ കൂട്ടിയിട്ട് കത്തിക്കും. അവരെന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പണിക്കാർ വന്നിട്ട് എന്താ ചെയ്യാൻ വെച്ചിട്ട് അതൊക്കെ അടക്കി കൊണ്ടുപോകേണ്ട വെച്ചിട്ട് എല്ലാ പട്ടകളും അവിടെ നിന്ന് അവിടത്തൊക്കെ വലിച്ചിട്ട് കൂട്ടിയിട്ട് ഒറ്റ കത്തിയിൽ കത്തിക്കും. ഇവർക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നാളേരം ഉണങ്ങി എന്തായാലും വീഴുമല്ലോ, അതും കൂടി പറക്കുണ്ടാവും വിചാരിച്ചിട്ടേ പറമ്പിലേക്ക് കിടക്കുമ്പോൾ. അല്ല, മറ്റുള്ളവരെ പറമ്പിലേക്ക് കിടക്കാൻ അവകാശമില്ലേ നമുക്ക്, അത് വേറെ കാര്യം. അതെ, പക്ഷേ എനിക്ക് അങ്ങനത്തെ കാലഘട്ടങ്ങളൊക്കെ ആയിരുന്നു. അതിന് വൃത്തിയാക്കണം. നിനക്ക് സ്കൂളിൽ പോയിട്ടില്ലേ, അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വന്നോ? നേരത്തെ പറയാൻ തോന്നിയെന്ന് ജഗ്ഗു. അങ്ങനെ നമുക്ക് ഇത്രയ്ക്ക് മാങ്ങ മതി. നമുക്ക് കണ്ട ഇത്രയ്ക്ക് മാങ്ങ കിട്ടി. ഇത് പിടിച്ചാ വേണ്ട 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 അവിടെ ഇട്ടോ അവിടെ ഇട്ടോ അവിടെ ഇട്ടോ അത് അച്ചെടുത്തോളൂ.
എന്നാ അത് നീ പിടിച്ചോ ഞാൻ മുറത്തിലിട്ടെടുക്കാം. അവിടുത്തോടെ അല്ല അത് വഴി നീള വീഴും, പിന്നെ അത് പറക്കാൻ നടക്കേണ്ടി വരും. അതിപ്പോ ഞാനാക്കാണേലും ഇതൊക്കെ ആവും. ആ 2 റൗണ്ട് എടുത്ത് വെച്ചോ. ഇത് എന്തൊട്ടാ ഇരുന്നത് മുളയര ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ചെണ്ടുമല്ലിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ നീ സുഖമായിട്ട് കത്തും. മുരിഞ്ഞിട്ട് എടുക്കണം ഉണങ്ങിയിട്ട്. അപ്പോൾ ഒരു പാത്രം മാങ്ങ, ഒരു കെട്ട് വിറക്, ഒരു മുറ നിറയെ പച്ചക്കറി. ഇനി ചീരയൊക്കെ പൊട്ടിക്കാനിട്ടാ, ചീര, പച്ചമുളക്. ചീര ചേട്ടൻ വീട്ടിലേക്ക് ഇത് കൊണ്ടുകൊടുക്കാൻ പോകണ്ടെങ്കിലേ, ഈ വഴുതനെ കൊണ്ടുകൊടുക്കാൻ പോകണ്ടെങ്കിൽ അപ്പോൾ ചീര മുറിച്ചോളോട്ടാ. പിന്നെ ഇതുണ്ട് ഈ നിത്യവഴുതന പൊട്ടിക്കാണ്ട്, അതൊന്നും പൊട്ടിച്ചിട്ടില്ല, കുറേ സാധനങ്ങളൊക്കെ പൊട്ടിക്കാണ്ട്. അയ്യോ നിത്യവഴുതനയും കൂടി കൊടുക്കായിരുന്നു അമ്മയ്ക്ക്. അയ്യോ ഇവിടെ നിറച്ച് മറ്റേ ചട്ടികൾ പൊട്ടിച്ചിട്ടിട്ടുണ്ടല്ലോ. മഞ്ഞ കളറുള്ള ചട്ടികൾ. മഞ്ഞച്ചട്ടി ഷാൻചേട്ടൻ്റെ താമഴൻ്റെ ഒന്നുണ്ട്. താമഴൻ്റെ അല്ല, താമഴന ഈ അണ്ണല്ലേ, നമ്മുടെ അണ്ണനാ പണീൻ്റെ അണ്ണൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെനിക്കറിയാം. ഹൊയ് മറ്റേ ചൂടിട്ട് കൊടുക്കാം. ചിത്രത്തിലല്ല വന്ദനത്തിലത്തെ എന്തിട്ട് താനാ തിന്തിന്താര തന അന്തിപ്പൊൻ വെട്ടം, ആ പാട്ടില്ലേ? അയ്യോ സരിത, അരിയിലത്തെ വെള്ളം പറ്റിയിട്ടുണ്ടോ? വെള്ളം പറ്റി, അരി വെന്തിട്ടുണ്ട് കേട്ടാ. ചോറ് പറ്റിക്കുന്നേ.